നമ്മളാണോ ഫ്രോഡ്? മൊത്തത്തിൽ ഫ്രോഡാണ്. ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റിക് കസവ് പൈസ കിട്ടാതെ അടിച്ചൂടാ മക്കളെ, അടിച്ചു. അങ്കമാലിക്കാർക്ക് അടിച്ചു. മൊത്തത്തിൽ ഫ്രോഡാണ്. ഇനി അവരാണോ ഫ്രോഡ്, നമ്മളാണോ ഫ്രോഡ്, ആരാണ് ഫ്രോഡ് എന്നുള്ളത് നമുക്ക് എന്തായാലും കയറി നോക്കാം. അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം അങ്കമാലി TB ജംഗ്ഷൻ ആണ് കേട്ടോ. കാണുന്ന ജംഗ്ഷൻ TB ജംഗ്ഷൻ. അത് ഈ കാണുന്ന റോഡ് എന്ന് പറയുമ്പോൾ മഞ്ഞപ്ര റോഡിൻ്റെ അവിടെ തന്നെ നമുക്ക് ഇസാഫ് ബാങ്ക് കാണും. അപ്പം ജസ്റ്റ് ഇസാഫ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കൊടുത്താൽ കാശ് കിട്ടുമെന്ന് പറയുന്നുണ്ട്, സ്പോട്ടിൽ കാശ്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം കാശ് നമുക്ക് കിട്ടും. ഇനി അവരാണോ ഫ്രോഡ്, നമ്മളാണോ ഫ്രോഡ്, സാരിയാണോ ഫ്രോഡ് നോക്കാം. സൺഡേ വർക്കിംഗ് ഡേ, ഞായറാഴ്ച ഓപ്പൺ ആണ്. അപ്പം ഞായറാഴ്ചയും ആൾക്കാർക്ക് ഇവിടെ വന്ന് കൊടുക്കാൻ പറ്റും. എന്തായാലും അധികം കയറാം. കുറച്ച് സാരി കൊണ്ടുണ്ട്, ഇവിടെ എടുക്കും ചേച്ചി. ചെക്ക് ചെയ്തിട്ട് പൈസ കിട്ടും. ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യും. ഓക്കെ, മൊത്തം ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വന്നിരിക്കണേ. നോക്കാം എത്ര കിട്ടും എന്നുള്ളത്. ഇത് വെള്ളി കസവ് പൈസ കിട്ടും. ഓക്കെ, അപ്പൊ വൈറ്റ് കളർ വരുന്നത് വൈറ്റ് കളർ വന്നാ പൈസ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് കിട്ടും. ഇത് ഒറിജിനൽ ഓരോ കളറേ വരലന. ഇത് ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റിക് കസവ് പൈസ കിട്ടാതെ. ഇതെനിക്ക് അറിയാമായിരുന്നു പൈസ കിട്ടില്ല എന്ന്. ഞാൻ കരുതി കൂട്ടി കൊണ്ടുവന്നതാണ്. ഇവര് ഫ്രോഡാണോ എന്തൊക്കെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരും ഫ്രോഡല്ല, നമ്മളും ഫ്രോഡല്ല. ഫ്രോഡ് നമ്മളെ ചതിച്ചത് ഈ ഒരു സാരിയാണ്. അപ്പം നമ്മളെ ചതിച്ചത് ഈ ഒരു സാരി ആയതുകൊണ്ട് ഇതിന് പൈസ കിട്ടില്ല. ഇത് കണ്ടോ, മൊത്തം ഡ്യൂപ്ലിയാണ്. ലേസോട് കൂടിയിട്ടുള്ള സാരി ഞാൻ കരുതി കൂട്ടി വെച്ചത് തന്നെയാണ്. അപ്പം ഈ ഒരു ഡൂപ്പ് സാരിക്ക് നമുക്ക് കാശ് കിട്ടാതെ. അപ്പം ഇത് റിജക്റ്റ്. ഇതെന്താ? ഇത് വെള്ളി കസവ് പൈസ കിട്ടും. അപ്പൊ വൈറ്റ് കളർ വന്ന കസവ്, വൈറ്റ് കളർ വന്നാ പൈസ കിട്ടും. ഓക്കെ, ഇത് വെള്ളി കസവ് പൈസ കിട്ടും. ഇത് ചിലപ്പോ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ കസവ് ഉണ്ട്. ഇത് ഫുൾ കസവ് സാരി ചേച്ചി. ഇതിക്ക് പൈസ ജാസ്തി റേറ്റ് കിട്ടും. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം എത്ര കിട്ടും എന്നൊന്ന് നോക്കട്ടെ. ഇത് ചെമ്പാണ്, പൈസ കിട്ടാതെ. അപ്പൊ റെഡ് കളർ വരുന്നതിന് പൈസ കിട്ടാതെ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ സംഭവം എന്ന് വെച്ചാലേ, ഇതാ ഉരയ്ക്കുമ്പോ ഇങ്ങനെ വൈറ്റ് കളർ വരുന്നതിനാണ് നമുക്ക് ഒറിജിനൽ പൈസ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ വരാണെങ്കിൽ, ഇത് റെഡ് കളർ വരാണെങ്കിൽ പൈസ കിട്ടാതെ. പിന്നെ അതുപോലെ ഈ ഫാൻസി സാരികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇതിന് ഒട്ടും പൈസ കിട്ടില്ല. അപ്പൊ സാരിയാണ് നമ്മളെ ചതിച്ചത്. അപ്പൊ ഇത് പൈസ ഇല്ല, അത് അപ്പൊ ബാഗിൽ വെക്കേണ്ടി വരും. ഇനി ഇതില് പൈസ എത്ര, ഈ മൊത്തത്തിൽ എത്ര കിട്ടും? 27,000 പൈസ കിട്ടും ചേച്ചി. ഇതിന് മൊത്തത്തില് കുറഞ്ഞ കാശ് കാശ് ഇത് ജാസ്തി தான் ചേച്ചി, ജാസ്തിയാണ്. ഇത് வந்து കസവ് வந்து കുറച്ച് കസവ് ചേച്ചി, കുറച്ച് റേറ്റ് ഉണ്ട്. ഇത് ജാസ്തി കസവ് ഡിഷു സാരിനാ ജാസ്തി കസവ് ജാസ്തി റേറ്റ് കിട്ടും. കസവ് കുറച്ച പൈസ, കസവ് ജാസ്തി സാരിക്ക് ജാസ്തി പൈസ കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ചാൽ ഉള്ളില് മൊത്തം പ്ലെയിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കസവ് ഇല്ലാത്തത് കൊണ്ട് ഇതിന് മാത്രം ബോർഡറിൽ കസവ് വരുന്നതുകൊണ്ട് ഇതിന് പൈസ. ഓക്കെ, ഇതാണെങ്കിൽ ഇത് ടിഷ്യൂ സാരി. ഇത് ജാസ്തി പൈസ കിട്ടും. സാരി ഫുള്ളുമേ കസവ്, അപ്പൊ ജാസ്തി പൈസ കിട്ടും. അപ്പൊ ടിഷ്യൂ സാരി ഉണ്ടെങ്കിൽ അതിന് കാശ് ഉറപ്പാണ്, അതും കൂടുതൽ കാശ് കിട്ടും. സാരി ഫുള്ളുമേ കസവുള്ള സാരി, കസവ് കുറവും കൂടുതലും അനുസരിച്ചിട്ടാണ് അതിന് കാശ് വരുന്നത്. അതുപോലെ ഇത് എന്ന് പറയുമ്പോൾ ബോർഡറിൽ മാത്രം ആയതുകൊണ്ട് തന്നെ ഇതിന് ചിലപ്പോൾ റേറ്റ് കുറവാണ്. ഇനി ഇത് കാണാണ്ട് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടായിരുന്നു. ഇനി എന്തായാലും ഓപ്പൺ ആയിട്ട് ഇത് കണ്ടു. എന്തായാലും ഇത് ചോദിക്കാം നമുക്ക്. ഇങ്ങനെ കാശ് കിട്ടും. അപ്പൊ കീറിയതായാലും കാശ് കിട്ടും. അപ്പൊ കീറിയതായാലും എത്ര പഴയതെന്ന് വെച്ചാൽ എത്രത്തോളം പഴയ സാരികൾ കൊണ്ടുവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കാശ് കൂടുതൽ കിട്ടും. അപ്പോൾ പഴയ സാരിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒറിജിനൽ സ്വർണം, കസവ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സാരി ഉൽപ്പാദിക്കുന്നത് തന്നെ. പക്ഷെ ഇന്നത്തെ സാരി എന്നൊക്കെ പറയുമ്പോൾ ഫാൻസി സാരിയാണ്. ജറീര എന്ന് പറയുമ്പോൾ ഒക്കെ ഡൂപ്പാണ് കയറ്റുന്നത്. അതുപോലെ ലേസ് വർക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ സാരിക്ക് കാശ് കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ 2-3 ആൾക്കാർ ബാഗ് നിറച്ച് ഈ ത്രെഡ് വർക്ക്, അതുപോലെ തന്നെ ചെറിയ ബൂട്ട വർക്കൊക്കെ ഇങ്ങനെ ലേസിൻ്റെ വർക്കൊക്കെ ആയിട്ട് കൊണ്ടിട്ട് കാശ് തരാൻ പറഞ്ഞിട്ട് അവിടെ തല്ലുകൂടുണ്ടായിരുന്നു. ഇതിനൊക്കെ അവർ കാശ് എന്തിനു തരണമെന്നാണ് ഞാൻ ചോദിക്കണേ. അപ്പം അവരും ഫ്രോഡല്ല, നമ്മളും ഫ്രോഡല്ല. ഫ്രോഡ് ചതിച്ചത് നമ്മളെ സാരിയാണ്. അപ്പൊ ഇതെന്തായാലും റിജക്റ്റ് ആയി. ഇതെന്തായാലും ബാഗിൽ വെക്കാം. ഇനി ഇതിന് എല്ലാത്തിനും കൂടിയിട്ട് എത്ര കിട്ടും? 27,000 കിട്ടും. 27. അപ്പൊ പൈസ എടുത്തോ. എല്ലാത്തിനും കൂടിയിട്ട് 27,000 കിട്ടി. ഇത് ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് മുണ്ട്, കസവ് അങ്ങനത്തെ ഒക്കെ എല്ലാത്തിനും കസവ് സാരി, കസവ് മുണ്ട് എല്ലാത്തിനും പൈസ കിട്ടും. ഉറച്ച് നോക്കി വൈറ്റ് കളർ ആണെങ്കിൽ
പൈസ കിട്ടും. റെഡ് ആണെങ്കിൽ പൈസ കിട്ടാതെ കിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുമ്പോ തന്നെ ഒറിജിനൽ നോക്കിയിട്ട് മേടിക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോ കാശ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇത് നമ്മൾ നിൽക്കുന്ന വെച്ചാൽ നമുക്ക് ഇനി ദൂരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ ഇവിടെ ന്യൂ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. എവിടെ? അങ്കമാലി. അപ്പൊ നിങ്ങൾക്ക് വേറൊരു ഷോപ്പും കൂടിയില്ലേ? നമുക്ക് വേറെ ഷോപ്പ് കല്ലൂർ മെട്രോയിലും ഉണ്ട് മാഡം. മെട്രോ എറണാകുളത്തും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി അടുത്താണ്, എളുപ്പമാണ്. കാശ് റെഡിയാക്കി വെച്ചോ. കാശ് അപ്പോഴേക്ക് ഞാൻ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് തരാം. അപ്പൊ എനിക്കുള്ള കാശ് റെഡിയാക്കി വെച്ചു. എത്ര? 27,000. ഓക്കെ, ഞാൻ മാറ്റി പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 27,000 കറക്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് നോക്കിയാലോ. ലൊക്കേഷൻ വരുന്നത് ഇവര് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ കസവുള്ള എല്ലാ ഐറ്റംസ്. കസവ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ കസവ്, അതുപോലെ ടിഷ്യൂ കൂടുതലുള്ള സാരീസ് ഒക്കെ ആണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കാശ് കിട്ടും. അത് നോക്കി ശ്രദ്ധിച്ച് കൊണ്ടു കഴിഞ്ഞാൽ കാശ് ഉറപ്പാണ്. ഇനി ഫാൻസി സാരീസ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പം മുണ്ട്, നമ്മുടെയൊക്കെ വൈറ്റ് കളറിൻ്റെ മുണ്ടിൽ കസവ് വരുന്നത്, അതുപോലെ കുട്ടികളുടെ ഉടുപ്പിൽ കസവ് വരുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇനി ലൊക്കേഷൻ നമുക്ക് അറിയണ്ട. ലൊക്കേഷൻ വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയിൽ TB ജംഗ്ഷൻ. ആ കാണുന്നത് TB ജംഗ്ഷൻ ആണ് കേട്ടോ. 4 കൂടിയ വഴി. ആ ജംഗ്ഷൻ്റെ അവിടുന്ന് മഞ്ഞപ്ര റോഡ്, ഈ കാണുന്നത് മഞ്ഞപ്ര റോഡിൻ്റെ അവിടെ ഇസാഫ് ബാങ്ക് ഉണ്ട്. ഈ ഇസാഫ് ബാങ്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ. അപ്പൊ ഇനി ദൂരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകണ്ട, നമുക്ക് ഇവിടേക്ക് വന്നാൽ മതി. എവിടെ? അങ്കമാലി. എന്തായാലും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് സംഭവം. ഇത് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഈ വൈറ്റ് കളർ വരുന്ന കണ്ട, ഈ വൈറ്റ് കളർ വരുന്നതിന് നമുക്ക് പൈസ കിട്ടും. അതുപോലെ ഇത് ചെമ്പിൻ്റെ കളർ വരുന്നതിന് അതിന് പൈസ കിട്ടില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുറേ പേര് വന്നിട്ട് തിരിച്ച് പോകുന്നുണ്ട്, അയ്യോ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ വിഷമിച്ച് പോകുന്ന ആൾക്കാർ, കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പോൾ അവർക്കുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ വീണ്ടും പറയുകയാണ്, ടിഷ്യൂൻ്റെ സാരിക്ക് പൈസ കൂടുതലാണ്. ഇതേപോലത്തെ സാരിക്കാണെങ്കിൽ പൈസ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ കസവ് തന്നെയാണ്. കസവ് വേറെ, ടിഷ്യൂൻ്റെ സാരി വേറെ. ടിഷ്യൂൻ്റെ സാരിന് കാശ് കൂടുതൽ, കസവിന് കാശ് കുറവ്. അതൊന്ന് ശ്രദ്ധിക്കണം. டிஷ்யூ சாரியில வந்து கசவு ஜாஸ்தி உள்ளது மேடம். இந்த சாரியில பார்டர் மட்டும் தான் கசவு. சரிங்களா? டிஷ்யூ சாரின்றது சாரி ஃபுல்லுமே கசவு. அப்ப ஃபுல் கசவு சாரிக்கு പൈസ ജാസ്തി കിട്ടും. അപ്പൊ കസവിന്റെ അളവ് അനുസരിച്ചിട്ട് കസവ് അളവുക്ക് തന്നെ പൈസ കിട്ടും, കൂടുതൽ കിട്ടും. കസവ് ജാസ്തിനാ കൂടുതൽ പൈസ കിട്ടും, കസവ് കുറച്ചിനാ കുറച്ച പൈസ കിട്ടും. ടിഷ്യൂ സാരിക്ക് പൈസ ജാസ്തി കിട്ടും. അപ്പൊ എനിക്ക് കിട്ടിയ കാശ് നോക്കണ്ട, നിങ്ങളുടെ കയ്യിലുള്ള സാരി എങ്ങനെയാ അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്റെ പൈസ എടുത്തിട്ട് ഞാൻ പോട്ടെ. അപ്പൊ എന്റെ റിജക്ട് ചെയ്തിട്ടുള്ള ഈ സാരി കിട്ടാതെ പൈസ എവിടെ പോയാലും ഈ സാരിക്ക് പൈസ കിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് കൊണ്ടുപോട്ടെ. എന്റെ പൈസ ദുട്ട് 27 എണ്ണി വെച്ചിട്ടില്ലേ? ഓക്കെ, ഞാനും എണ്ണട്ടെ. താങ്ക് യു. അപ്പോൾ കാശ് കിട്ടി. എന്നാ ലോട്ടറി ടിക്കറ്റ് എടുക്കണ്ട മക്കളെ, നമുക്ക് കാശ് അടിച്ചു. ലോട്ടറി ടിക്കറ്റ് എടുക്കാണ്ട് തന്നെ. അപ്പൊ ഒന്ന് പോയാലോ.